അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. നമ്മുടെ സൈന്യം വന്നു, ബാക്കി ഫോഴ്സുകളെല്ലാം അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. സുഗുണം പോകരുത്. നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി പോലീസിന്റെ ആവശ്യത്തിനെന്ന് പറഞ്ഞ് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിട്ട് 8 മാസമായി. എന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. 80 ലക്ഷം രൂപയാണ് പവൻ ഹംസ് ഏവിയേഷൻ കമ്പനിയിൽ നിന്ന് വാടകയ്ക്ക് എടുത്ത ഈ ഹെലികോപ്റ്ററിന്റെ ഒരു മാസത്തെ വാടക. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. വന്ന വിശദീകരണം എന്ന് പറഞ്ഞാൽ ഈ ഹെലികോപ്റ്ററിന് പ്രതികൂല കാലാവസ്ഥ മൂലം പറക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്നലെ വന്നത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അപ്പൊ പിന്നെ നേവിയുടെ ഹെലികോപ്റ്ററും മിലിറ്ററിയുടെ ഹെലികോപ്റ്ററൊക്കെ വന്നല്ലോ. അതെങ്ങനെയാ വന്നത്? എയർഫോഴ്സിന്റെ ഒക്കെ ഹെലികോപ്റ്റർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? അതും ഹെലികോപ്റ്റർ ആണല്ലോ. അപ്പൊ പിന്നെ എന്തിനാണ് ഇതുപോലൊരു ഡമ്മി എടുത്തിട്ടിരിക്കുന്നത്? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. ജനങ്ങളുടെ മനസ്സിൽ അത് കൂടുതൽ എത്തണമെങ്കിൽ, ജനങ്ങൾ ചിന്തിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള അവസരങ്ങളിലാണ് ഇത് പറയാനുള്ള ശരിയായ സമയം. നീ ഒറ്റ ഒരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇങ്ങനെയാണ്, പിണറായി വിജയൻ ഇങ്ങനെയേ പോകൂ എന്നുള്ള ഒരു ചിന്താഗതി ജനങ്ങളുടെ മനസ്സിൽ അടിയുറച്ചു പോയി. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കുന്നു. ഇപ്പം അച്ഛന് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾക്ക് കൂടുതൽ അവർ കൂടുതൽ ഓർമ്മിക്കാൻ തക്ക കാരണമാകും. നിനക്ക് എന്റെ പോക കണ്ടേ മതിയാവൂലേ? ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു ഹെലികോപ്റ്റർ എടുത്ത് വാടകയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ? എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. വെറും 5 തവണയാണ് ആ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ പറയുന്ന വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ പറന്നത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഏകദേശം 23 കോടിയോളം രൂപയാണ് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്ത് വെറുതെ ഇട്ടിരുന്നതിന് വേണ്ടി നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത്. പിച്ചച്ചട്ടിയിലെ കൈയിട്ട് വരുന്ന ഒരു തണ്ടി കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മരത്ത് കിടക്ക. കള്ളനവൻ പെരുങ്കള്ളൻ എന്റെ കൈ കിട്ടില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും പല വിമർശനങ്ങൾ ഉണ്ടായിട്ടും ഒന്നും ഗൗനിച്ചില്ല. അതായത് ഈ മന്ത്രിമാരൊക്കെ തന്നെ കൊള്ള നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഖജനാവ് കാലിയായി ഈ രൂപത്തിൽ നമുക്കൊരു സാമ്പത്തിക പ്രതിസന്ധി തന്നെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. സർക്കാർ വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്റർ കിടപ്പുണ്ട്. പക്ഷെ അത് വെറും ഡമ്മിയാണോ ഒന്നുകൂടി ചാലക്കുടിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ നന്നായിരുന്നു. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. ഞാൻ പോകുന്നു.